RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപക്ഷർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന മെസ്സിയെ കാത്ത് ഇന്ത്യ. കേരളത്തിലേക്കല്ല മെസ്സി വരുന്നത്, ഇന്ത്യയിലേക്കാണ് മെസ്സി വരുന്നത്. അപ്പോ തമ്മിൽ കണ്ടിട്ട് കുറെ ആൾക്കാർ ചോദിക്കും അപ്പൊ എന്താ കേരളം ഇന്ത്യയിലല്ലേ എന്ന്. പക്ഷെ കേരളത്തിലേക്ക് മെസ്സി വരിക എന്നുള്ളതിനെ കുറിച്ചുള്ള കുറെ വീഡിയോകളും കുറെ ചർച്ചകളൊക്കെ കുറെ മാസങ്ങൾക്ക് മുമ്പും ഈ അടുത്തൊക്കെ നടന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയാം. കുറെ അർജന്റീന ഫാൻസുകാരെയും കുറെ ഫുട്ബോൾ പ്രേമികളെയും പൊട്ടന്മാരാക്കിയിട്ടാണ് ഇവിടെ കുറെ ചാനലുകാരുടെ മേധാവി അതേപോലെ കുറെ രാഷ്ട്രീയ പ്രമുഖരും ഇവിടെ നടത്തിയിട്ടുള്ളത്. എന്താ പറഞ്ഞാല് ഈ മെസ്സി ഇന്ത്യയിലേക്ക് വരുന്ന ടൂറിന് ഒരു കൊല്ലം മുമ്പ് തന്നെ ഇതിന്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മെസ്സി എപ്പോ വരണം, ഏത് ഹോട്ടലിൽ താമസിക്കണം, എങ്ങനെയൊക്കെ നടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലൊക്കെ മുൻകൂട്ടി കോൺട്രാക്റ്റുകളും കാര്യങ്ങളും. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് അർജന്റീനയെ പോലെ ഒരു ടീമിനെ മൊത്തമായിട്ട് കൊണ്ടുവരണമെങ്കിൽ അപ്പോ ചുരുങ്ങിയത് ഒരു 6 മാസം. ഇപ്പൊ അങ്കോളയിൽ അവസാനമായിട്ട് അർജന്റീന പോയി കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വമ്പൻ വരവേൽപ്പ്. പക്ഷെ അവർ ഒരു കൊല്ലം മുമ്പാണ് ഷെഡ്യൂൾ ചെയ്തത്. ഇവിടെ കോൺട്രാക്റ്റും കാര്യങ്ങളും ഒരു പിണ്ണാക്കം ചെയ്യാതെ മെസ്സി വരുന്ന ചാനൽ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാധ്യമങ്ങള് മെഴുകുകയല്ലായിരുന്നു. എടുത്തു പറയേണ്ട ചാനലുകളൊക്കെ ഉണ്ട്. അതില് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിന് ശേഷം സ്റ്റേഡിയം നവീകരണമൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, അവർക്ക് വ്യൂവേഴ്സാ വേണ്ടത്. നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും വിഷയമല്ല. ജനങ്ങളിലേക്ക് നല്ല ന്യൂസുകളോ കെട്ട ന്യൂസുകളോ എത്താന്നുള്ള ഒരു വിഷയമല്ല ഇപ്പോഴത്തെ മാധ്യമങ്ങളിൽ. എല്ലാ മാധ്യമങ്ങളെല്ലാം പറയുന്നത് കുറച്ച് മാധ്യമങ്ങളെങ്കിലും ഇതുപോലെ പിന്നാലെ പോകുന്നുണ്ട്. ഒരു വിഷയം കിട്ടിയാൽ മതി, അതിന്റെ ഏത് അറ്റം വരെ പോയിട്ട് ഉണ്ടാക്കാവുന്ന പണ്ടൊക്കെ മഞ്ഞപത്രങ്ങൾ പറയില്ലേ, ആ ലെവലിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ. അപ്പോ അതിൽ കുറെ മാധ്യമങ്ങൾ നല്ലതുണ്ട്, അതില്ലാന്ന് പറയുന്നുണ്ട്. അപ്പൊ അതല്ല വിഷയം മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നതാണ്. ശനിയാഴ്ച പുലർച്ചെ 1:30 കൊൽക്കത്തയിലാണ് ആദ്യമായിട്ട് എത്തുന്നത്. കൊൽക്കത്തയിൽ വന്നിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മുടെ ഹൈദരാബാദിലേക്ക് വരുന്നുണ്ട്. അവിടെ നിന്ന് മുംബൈയിൽ പോകുന്നുണ്ട്. മുംബൈക്ക് ശേഷം ഡൽഹിയിൽ വെച്ച് നരേന്ദ്രമോദിയെ കണ്ടിട്ടാണ് അവസാനം മെസ്സി ഇവിടെ നിന്ന് വിടുന്നത്. മെസ്സിയുടെ കൂടെ അർജന്റീനൻ കൂട്ടാളിയായ ഡീപോളും അതേപോലെ കുറ്റസുഹൃത്തായ സുവാരസും കൂടെ ഉണ്ട്. അപ്പോ കൊൽക്കത്തയിൽ വന്നിട്ട് അവിടുത്തെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മെസ്സി വരുന്നത്. അവിടെ വന്ന് അവിടെ കുറച്ച് പരിപാടികളൊക്കെ. കൊൽക്കത്തയിൽ വന്നിട്ട് അവിടെ മെസ്സിയുടെ ഒരു 70 അടി സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വിർച്വലായിട്ട് ഇനോഗ്രേഷൻ ചെയ്യാന്നാണല്ലോ. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ പോലീസിന്റെ പെർമിഷൻ കാര്യങ്ങളൊക്കെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആ ക്രൗഡും കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ളത് കൊണ്ട് ആളെ അങ്ങനെ ഒരു ഇനോഗ്രേഷൻ ചെയ്തിട്ട് നമ്മുടെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വന്നിട്ട് ഷാറൂഖ് ഖാനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോ 2 ഗോട്ടുകളും, സിനിമയുടെ ഗോട്ടും അതേപോലെ ഫുട്ബോളിന്റെ ഗോട്ടും നമ്മൾ നാളെ കണ്ടുമുട്ടാൻ പോവാണ്. അപ്പൊ ഇതിനു മുമ്പ് അർജന്റീനയും മെസ്സിയും കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വരും. കേരളം എന്നാ വരും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ ആയിട്ട് അതൊരു ആഗ്രഹിച്ചതാണ്. അർജന്റീന ഫാൻസും അതേപോലെ ഇപ്പോഴും ഒരുപാട് പേര് കേരളത്തിൽ നിന്ന് മെസ്സിയെ കാണാൻ വേണ്ടിയിട്ട് ഡൽഹിയിലേക്കും കൊൽക്കത്തയിലേക്കും മുംബൈയിലേക്കും പോകുന്നുണ്ടെന്നുള്ള ഉണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഒരു 10,000-2,000 രൂപയ്ക്ക് മെസ്സിയെ കാണാൻ പറ്റുക, അർജന്റീന ടീമിന്റെ കളി ഒന്ന് നേരിട്ട് കാണാൻ പറ്റുക എന്നുള്ള ഒരുപാട് പേര് ആഗ്രഹിച്ച കാര്യമാണ്. പക്ഷെ നമ്മളെയൊക്കെ പറ്റിക്കായിരുന്നു. ഇനി മാർച്ചിൽ വരുന്ന പറയുന്നുണ്ട്. അതിന് കുറച്ചു കാലം ആ ഒരു റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടും ഫെബ്രുവരി അവസാനത്തോടെ അതിന്റെ തുടങ്ങും. അപ്പോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കുറെ പേർക്കറിയാം. പക്ഷെ കുറെ പേര് നമ്മളെ പോലെ സാധാരണക്കാർ കുറെ പേര് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് മാർച്ചിലിങ്ങനെ വന്നാലൊന്ന് കാണാൻ പറ്റും. അപ്പോ മെസ്സി അതിനുശേഷം കൊൽക്കത്തയിൽ നിന്ന് ഹൈദരാബാദിലേക്കാണ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പോയിട്ട് സെലിബ്രിറ്റി ഫാൻസ് അതേപോലെ അവിടെ കുറെ പ്രോഗ്രാമുകൾ, ഫാഷൻ ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തെലുങ്കാന വന്നിട്ട് തെലുങ്കാന മുഖ്യമന്ത്രിയായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു ഇതുണ്ട്. ഒരു 7 on 9 ടൂർണമെന്റ് ചെറിയ രീതിയിലുള്ള ഫാഷൻ ഷോകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം തെലുങ്കാനയിൽ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ചിട്ട് 100 പേർക്ക് മെസ്സിയുടെ കൂടെ സെൽഫി എടുക്കാനുള്ള ഒരു സുവർണ്ണ അവസരമുണ്ട്. പക്ഷേ ഈ അവസരത്തിന് മുടക്കുന്നത് ചില്ലറയൊന്നല്ല, 9.99 ലക്ഷമാണ്. ഏകദേശം 10 ലക്ഷം അടുത്ത് ടാക്സ് അടക്കം GST അടക്കം 10 ലക്ഷം രൂപയാണ് ഒരു സെൽഫി എടുത്ത് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 45 മിനിറ്റിനകത്ത് ഉള്ള പരിപാടിയാണിത്. അതിനുശേഷം മെസ്സി മുംബൈയിലേക്ക് പോകും. വാങ്കഡ സ്റ്റേഡിയത്തിൽ വെച്ച് സച്ചിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ച് ഫാഷൻ ഷോയും അതേപോലെ ചെറിയ ഫ്യൂച്ചറിലേക്കുള്ള ഫുട്ബോൾ പ്ലെയേഴ്സിന്റെ പരിപാടികളും അതേപോലെ കുറെ ഫൗണ്ടേഷൻസ് അതേപോലെ തന്നെ ചാരിറ്റി അങ്ങനെയുള്ള ഫൗണ്ടേഷനും കാര്യങ്ങളുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം 15-ാം തീയതി അവസാനമായിട്ട് നരേന്ദ്രമോദിയെ മീറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ മടങ്ങുകയാണ്, അത് അമേരിക്കയിലേക്കായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് മെസ്സി വരാനുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ പറയുന്നത്. പക്ഷേ കേരളത്തിലേക്ക് വരുന്ന ഒരുപാട് പേര് ആഗ്രഹം തന്ന് നമ്മളിപ്പോ ഇന്ത്യയിലേക്ക് വരികയാണ്. ഇപ്പോ ഇന്ത്യ അതിനെ വരവേറ്റുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് അർജന്റീന 2011 അർജന്റീന മെസ്സി അടങ്ങുന്ന സംഗമയോട് വന്ന് 1-0 ജയിച്ചു. അന്ന് മെസ്സി ഒരു അസിസ്റ്റ് നേടിയിട്ടാണ് ഇവിടെ നിന്ന് മടങ്ങിയതിനു ശേഷം പെലെ, മറഡോണ അങ്ങനെ കുറെ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. ഫുട്ബോളിനെ വളർത്താനായിരിക്കും ഇവർ വരുന്നതെങ്കിലും ഇതിന്റെ പിന്നാലെ വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആ ഒരു 100 സെൽഫിയുടെ കാര്യം തന്നെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. മെസ്സിയെ വലിയ പൈസ കൊടുത്തിട്ടാണ് ഈ 3 ദിവസം ടൂറിന് ഗോഡ് ഇന്ത്യ ടൂർ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നാലെ പൈസ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ 2020 വേൾഡ് കപ്പ് പോയത് ചിലപ്പോൾ മെസ്സിക്ക് ഇത്ര വാല്യൂ ഉണ്ടായിരുന്നു വരില്ല.
ഇത്ര മൂല്യം ഉണ്ടായിന്ന് വരില്ല, ഇത്ര മൂല്യം എന്നാ പറയുന്നത്, അല്ലാതെ മൂല്യം കുറയാനൊന്നും പോകുന്നില്ല. അങ്ങനെ ചങ്ങായിയുടെ മൂല്യം ഒന്നും അങ്ങനെ പെട്ടെന്ന് പറയില്ല. പക്ഷെ ഇപ്പോ മെസ്സി വേൾഡ് ചാമ്പ്യൻ ആണ്. ഇപ്പൊ അടുത്ത് MLS ലീഗില് ഇന്റർ മിയാമിയെ, ഒന്നല്ല ആദ്യം തന്നെ ഇന്റർ മിയാമിയെ അവര് കപ്പടിപ്പിച്ച്, ഇന്റർ മിയാമി MLS കപ്പടിപ്പിച്ചിട്ടാണ് ഇപ്പോ വരുന്നത്. അപ്പോ ആൾക്ക് കുറച്ചുകൂടെ ഒരു പ്രൗഢി കൂടും. ഈ അടുത്തായിട്ട് ന്യൂസുകൾ, ഇപ്പൊ 2-3-4 ദിവസം മുമ്പുള്ള ന്യൂസുകളിൽ വന്ന ഇതാണ് ഇത് കാര്യങ്ങളൊക്കെ. അപ്പൊ അന്ന് മുള്ളറുടെ ടീമിനെ 3-1 പരാജയപ്പെടുത്തിയിട്ടാണ് ചങ്ങായി ട്രോഫി എടുത്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെയും കൂടി ഒരു ഇമ്പാക്ട് ഉണ്ടാകാൻ പറ്റും. അപ്പോ പിന്നെ ഇതിൽ സാധാരണക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഡിയങ്ങളിലൊക്കെ വെച്ചിട്ടാണ് മെസ്സിയെ കാണാൻ പറ്റുന്നത്. ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നത് VIP-കൾക്കും അതേപോലെ ഫാഷൻ രംഗത്തുള്ള, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള സ്പോർട്സ് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് കാണാൻ പറ്റുള്ളൂ. ഫിലിം സ്റ്റാർസ് അങ്ങനെയുള്ളവർക്കൊക്കെയാണ്, അല്ലാതെ സാധാരണക്കാർക്കൊന്നും മെസ്സി അടുത്ത് പോയി കാണാൻ പറ്റുന്നുള്ളൊരു സ്വപ്നം കാണണ്ട. സ്റ്റേഡിയത്തിൽ വെച്ചുള്ള ചിലപ്പോൾ ഒരു പ്രസന്റേഷനിൽ 5 മിനിറ്റ് 10 മിനിറ്റ് ഉള്ള കാര്യങ്ങൾ, ചില സ്റ്റേഡിയങ്ങളിൽ കളികൾ നടക്കും 9s 7s ഒക്കെ, അതിലൊരു 10 മിനിറ്റ് 5 മിനിറ്റ് ചിലവഴിക്കും സുവാരസും ഡീപ്പോളൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മെസ്സിയെ കുറിച്ചുള്ളത്. ഇനി മാർച്ചിലെങ്കിലും കേരളത്തിലേക്ക് വരുന്ന കേരളത്തിലെ ഓരോ അർജന്റീന ആരാധകരും ഓരോ ഫുട്ബോൾ ആരാധകരും കാത്തിരിക്കുന്നത്. അപ്പോൾ വരാതിരിക്കാം. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇനി വേൾഡ് കപ്പ് കഴിയാതെ ഒന്നും അർജന്റീന കേരളത്തിലേക്ക് വരുന്നതിന്. ഇനി എന്തായാലും ഫൈനലിസ്മേ ഉണ്ട്, അതിനുശേഷം ഫ്രാൻസ് ആയിട്ട് കളി നടക്കുന്നു പറയുന്നുണ്ട്, ഫ്രണ്ട്ലി മാച്ചുകൾ. അപ്പോ ഇനി വേറെ ടീമുകളാവും. ഇപ്പൊ ഒന്നും അവര് മുൻകൂർ എടുക്കൂല. ഇനിയിപ്പോ ഫെബ്രുവരി ആകുമ്പോൾ വീണ്ടും തുടങ്ങും, ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ മെയിൽ അയച്ചിട്ടുണ്ട്, മെയിലിന് റിപ്ലൈ കാത്തു നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അതിലൊന്നും കാര്യമില്ല. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പൊ മെസ്സി എന്തായാലും ഇന്ത്യയിലേക്ക് വരണം. 3 13 14 15 തീയതികളിലാണ് ഇന്ത്യയിൽ ഉണ്ടാവുക. അപ്പൊ കാണേണ്ടവര് മെനക്കെട്ട് പോകേണ്ടി വരും, ഒരുപാട് പൈസയും ചെലവാക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും കാണേണ്ടവർ പോയി കാണാം, അല്ലാത്തവർ TV-യിൽ കാണാം. അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.